ഖിയാമത്ത് സംഭവിക്കണമെങ്കിൽ, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കണമെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് നടന്നിരിക്കണം, സംഭവിച്ചിരിക്കണം. ഇത് സംഭവിക്കാത്ത കാലഘട്ടത്തോളം ലാ തഖൂമുസ് സഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് ആ വിഷയത്തിൽ എണ്ണി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തുമുൻ നാസ അല്ലാഹുസ് സ്വലാഹ വ അളാഉൽ അമാന വസ്തഹല്ലുൽ കബായിർ വഅഖദുർ റുശാ വഅകലുർ റിബാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾ നമസ്കാരം ഒഴിവാക്കുന്നവരായി നിങ്ങൾ ഏതൊരു കാലഘട്ടത്തിൽ കാണുന്നു, അന്ന് ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇദാ റഅയ്തുമുൻ നാസ അല്ലാഹുസ് സ്വലാ, പള്ളിയുടെ 10 വാരെ അടുത്ത് കിടന്നുറങ്ങുന്നവനായിരിക്കാം. സുബ്ഹിയുടെ മിനാരത്തിൽ നിന്നിതാ ബാങ്കിന്റെ മധുരമായ മൊഴി, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണ്, നമസ്കാരമാണ്. പാതിരാ സമയം വരെ, പാതിരാ കഴിയുന്ന സമയം വരെ അങ്ങാടിയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുമായി സ്വറ പറഞ്ഞ് ഇന്റർനെറ്റിലൂടെയും നെറ്റ് കഫകളിലൂടെയും ചർച്ച ചെയ്ത് അവൻ ഉറക്കം വിളച്ചുകൊണ്ട് പാതിരാ കഴിയുന്ന സമയത്ത്, സുബഹിയോടടുത്ത സമയത്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് അവന്റെ വീടിന്റെ 10 വാര അകലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാണ്, ഏ ചെറുപ്പക്കാരാ, ഏ യുവാക്കളെ, യുവതികളെ, സഹോദര സഹോദരി, ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണ്, നമസ്കാരമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരത്തിനാണ് പ്രാമുഖ്യം, നമസ്കാരത്തിനാണ് ശ്രേഷ്ഠത. നമസ്കാരമില്ലാത്തവന് ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ, ആരെങ്കിലും പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഗർജിക്കുന്ന ആ ബാങ്കിന്റെ മധുരമായ മൊഴി തന്റെ ശ്രവണപുടം കൊണ്ട് ആരാൾ കേൾക്കുന്നുവോ, ആ ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കൊതിച്ചു വരലാണ്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരലാണ്. ആ നമസ്കാരത്തിന്, ആ പള്ളികളിൽ ആരൊരാൾ നമസ്കാരത്തിന് വരാതിരിക്കുന്നുവോ, ഏ സഹാബത്തെ, ആ കാലഘട്ടത്തിൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇനിയും സഹാബത്തെ ഒരു കാലഘട്ടം കടന്നുപോടും, വീണ്ടും അതേ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പള്ളികൾ അധികരിക്കും, പള്ളികൾ അധികരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല, മാ ഉമിർതു ബിതശീദിൽ മസാജിദ്, പള്ളികൾ ആലങ്കാരികമായി ആർഭാടമായി കെട്ടിപ്പൊക്കുവാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. ഒരു കാലഘട്ടം വരും സഹാബത്തെ, ഒരു കാലഘട്ടം വരും സഹാബത്തെ, അന്ന് അല്ലാഹുവിന്റെ പള്ളികൾ കനീസകളെ പോലെ, ബുദ്ധവിഹാരങ്ങളെ പോലെ, ചർച്ചുകളെ പോലെ, ഗുരുദ്വാരകളെ പോലെ ആലങ്കാരികമായ അവസ്ഥയിൽ പ്രക്ഷോഭിക്കുന്നതായിട്ട്, അലങ്കാരത്തോടുകൂടി മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്റെ ഉമ്മത്തികൾ കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. അബീനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ സഖറഫ്തുമുൽ മസാജിദ വഹല്ലൈതുമുൽ മസാഹിഫ ഫന്തളിരിസ് സാ, കോടിക്കണക്കിന് രൂപകളെ ചെലവ് ചെയ്ത് അമ്പരച്ചുംബികളായ മിനാരങ്ങളും മിമ്പറുകളുമുള്ള പള്ളികൾ കെട്ടിപ്പൊക്കുമ്പോ ഒരുപാട് ഒരുപാട് നമസ്കാരക്കാർ പള്ളിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വതുക്സറുസ് സുഫൂഫ് വതുതൗവിലുൽ മനാബിർ, മിമ്പറുകളിൽ നിന്നെല്ലാം പ്രഭാഷണങ്ങൾ ഘോരഘോരമായി നടക്കും. മിമ്പർ മിഹ്റാബും അല്ലാഹുവിന്റെ ദീന് കൊണ്ട് ഗർജിക്കും. ഇന്ന് കോഴിക്കോടാകട്ടെ, മലപ്പുറമാകട്ടെ, കാസർഗോഡാകട്ടെ, കണ്ണൂരാകട്ടെ, മതപ്രഭാഷണത്തിന് വല്ല പഞ്ഞമുണ്ടോ, ക്ഷാമമുണ്ടോ? ഇന്ന് ഇതേ സമയത്ത് ഈ
കാസർഗോഡ് ജില്ലയുടെ ചരിത്രമെടുത്താൽ ഇതേ സമയത്ത് എത്രയോ മതപ്രഭാഷണങ്ങൾ നടക്കുന്നില്ലേ? എത്ര പേരാണ് ആ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരിക? എത്ര പേര് കേട്ടാലാണ് ആ പ്രഭാഷണത്തെ ഉൾക്കൊള്ളാൻ വരിക? എന്തുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്? ഒരുപാട് പ്രഭാഷകർ വരാറുണ്ട്, ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രസംഗിക്കാറുണ്ട്, വാദോരാതെ മണിക്കൂറുകളോളം പ്രഭാഷണം നടക്കാറുണ്ട്. പക്ഷേ പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ടവരിലും ഈ കേൾക്കുന്ന ആയിരങ്ങളിലും ഒരു മാറ്റവും ഉണ്ടാകാത്തതിന്റെ കാരണം എന്തേ? അത് അന്ത്യനാളിന്റെ അടയാളമാ, അത് ഖിയാമത്തിന്റെ അടയാളമാ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രഭാഷണമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാ, അന്ന് പള്ളികളെല്ലാം മിന്നിത്തിളങ്ങുന്ന കാലഘട്ടമായിരിക്കും. 10 വാര അകലെ പള്ളികളായിരിക്കും, അല്ലാഹുവിന്റെ മസ്ജിദുകളായിരിക്കും. ആ പള്ളിയുടെ മിമ്പറും മെഹ്റാബുകളുമെല്ലാം ഗർജിച്ചുകൊണ്ടേയിരിക്കും. നമസ്കരിക്കാൻ ധാരാളം ആളുകൾ ആ പള്ളിക്കകത്ത് കാണും, പക്ഷേ ആ നമസ്കാരം കൊണ്ട് അവർക്ക് യാതൊരു പുണ്യവുമില്ല. എന്തേ? അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ, വഖുലൂബുഹും മുതബാഗിളാ വഅൽസിനതുഹും മുഖ്തലിഫാ. പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വരുന്നവൻ കടാരയുമായിട്ടാണ് വരിക. നമസ്കാരത്തിന്റെ സഫിൽ നിൽക്കുന്ന സഹോദരനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് നമസ്കരിക്കാൻ എന്ന വ്യാജേന കടന്നു വരുന്ന സമുദായമായിരിക്കും അന്ത്യനാളിന്റെ അടയാളത്തോടുകൂടി പള്ളിയിലേക്ക് കടന്നു വരിക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അവർ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ വഖുലൂബുഹും മുതബാഗിളാ, പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം വിഭാഗീയതയുണ്ടാക്കുന്ന, പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന, പരസ്പരം വിധ്വംസനം വിളക്കി വിടുന്ന സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും ആ പള്ളികളിൽ നിന്ന് നമസ്കരിക്കാൻ കാണുക. വഅൽസിനതുഹും മുഖ്തലിഫാ, പലതരത്തിലുള്ള നാവുകളാണ്, ആ നാവുകളിലൂടെ പലതരത്തിലുള്ള വാക്കുകളാണ്. അവരുടെ നമസ്കാരം കൊണ്ട് യാതൊരു പുണ്യവുമില്ല, അവരുടെ നമസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, അവരുടെ നമസ്കാരം കൊണ്ട് മഹല്ലുകൾക്ക് മാറ്റമില്ല, അവരുടെ നമസ്കാരം കൊണ്ട് അല്ലാഹുവിന് യാതൊരു പുണ്യവുമില്ല തന്നെ. ഖിയാമത്തിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. നമസ്കരിക്കാൻ എത്രയെത്ര പിള്ളന്മാരാണ്, എത്രയെത്ര ചെറുക്കന്മാരാണ്, എത്രയെത്ര യുവാക്കളാണുള്ളത്. നമസ്കാരത്തിൽ മൊബൈൽ ഫോൺ ഓണാക്കി സുജൂദിന്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ടല്ലേ നമസ്കരിക്കുന്നത്. അവന്റെ റുകൂഇൽ, അവന്റെ സുജൂദിൽ അവന്റെ സ്ഥാനം എങ്ങോട്ടാണ്? അവന്റെ മൊബൈലിന്റെ വാൾപേപ്പറിലേക്കല്ലേ, ബ്ലിങ്കിങ് ചെയ്യുന്ന മൊബൈലിലേക്കല്ലേ. ആരാണ് വിളിക്കുന്നത്? ആരുടെ കോളാണ് വരുന്നത്? സുബ്ഹാന റബ്ബിയൽ അലാ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ പടച്ച റബ്ബിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സുജൂദിലും റുകൂഇലും നിന്നുകൊണ്ട് സ്മരിക്കേണ്ട ചെറുപ്പക്കാരൻ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ലോകം അത് പതിച്ചു പോയില്ലേ? നമ്മുടെ കുറ്റമല്ല. അല്ലാഹുവിന്റെ റസൂൽ ചർച്ച ചെയ്തത് 21-ാം നൂറ്റാണ്ടിൽ നടന്നേ മതിയാവൂ. അത് സംഭവിക്കാതെ ലാ തഖൂമുസ്സാ, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുകയേ ഇല്ല.